നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. സ്വാശ്രയത്തിൽ സമവായമായില്ല. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനം തൃശങ്കൂരിൽ തന്നെ. സർക്കാരുമായി മാനേജ്മെന്റുകൾ നടത്തിയ ചർച്ചയിൽ ഇന്നും സമവായമായില്ല. ഏകീകൃത ഫീസ് അംഗീകരിക്കില്ലെന്ന നിലപാടിൽ ഉറച്ച സർക്കാർ. മുഖ്യമന്ത്രിയുമായി അസോസിയേഷൻ പ്രതിനിധികൾ നാളെ രണ്ടാം ഘട്ട ചർച്ചയ്ക്ക്. ഒത്തുതീർപ്പ് ചർച്ചയിൽ മാനേജ്മെന്റുകൾ മുന്നോട്ട് വച്ചത് 4 തരം ഫീസ് ഘടന. സർക്കാരിന് 50% സീറ്റുകളിൽ പ്രവേശനം നടത്താം. 20% സീറ്റിൽ സർക്കാർ നിശ്ചയിക്കുന്ന ഫീസും ബാക്കി 30%-ൽ മാനേജ്മെന്റ് ഫീസും. മാനേജ്മെന്റ് സീറ്റിൽ 10 മുതൽ 15 ലക്ഷം വരെയും NRI സീറ്റിൽ 15 മുതൽ 20% വരെയും ഫീസ് വേണമെന്ന അസോസിയേഷൻ. എന്നാൽ 50% മെറിറ്റ് സീറ്റ് എന്ന മുൻ നിർദ്ദേശത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് സർക്കാർ. വിവാദത്തിന് വഴിമരുന്നിട്ട് ക്ഷേത്രങ്ങൾക്ക് സമീപം പ്രവർത്തിക്കുന്ന RSS ശാഖകൾക്കെതിരെ നടപടിയുമായി സർക്കാർ. ക്ഷേത്രങ്ങളെ സാമൂഹ്യ വിരുദ്ധ കേന്ദ്രങ്ങളാക്കാൻ അനുവദിക്കില്ലെന്ന് ദേവസ്വം മന്ത്രി. RSS ശ്രമം അമ്പലങ്ങളെ ആയുധപ്പുരകളാക്കി മാറ്റാൻ. സംഘടനാ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ലഭിക്കുന്ന പരാതികളിൽ കർശന നടപടിയെന്നും കടകംപള്ളി സുരേന്ദ്രൻ. അതേസമയം ദേവസ്വം മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടിയുമായി BJP. ക്ഷേത്രങ്ങൾക്ക് സമീപം ശാഖകൾ പ്രവർത്തിക്കുന്നത് നിയമവിധേയമെന്ന് MT രമേശ്. അമ്പല കമ്മിറ്റികൾക്ക് പരാതിയുണ്ടെങ്കിൽ അത് അവിടെ തന്നെ പരിഹരിക്കും. ശാഖകൾ ക്ഷേത്രത്തിനടുത്ത് നടത്തണമെന്ന് നിർബന്ധമില്ലെന്നും വിശദീകരണം. പാളം തെറ്റിച്ച അനാസ്ഥ. കറുകുറ്റി ട്രെയിൻ അപകടത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് റിപ്പോർട്ട്. പാളത്തിൽ അറ്റകുറ്റപ്പണി നടത്താത്തത് അപകടത്തിന് വഴിയൊരുക്കി. സംഭവത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. വിശദമായ അന്വേഷണത്തിനും ഉത്തരവ്. ട്രെയിൻ ഗതാഗതം നിലച്ച അങ്കമാലി കറുകുറ്റി റൂട്ടിൽ പാളങ്ങളുടെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയതായി റെയിൽവേ. പുതുക്കിയ പാളങ്ങളിലൂടെ ട്രെയിൻ ഓടിച്ചു നോക്കിയെങ്കിലും ഗതാഗതം പൂർണ്ണ തോതിലാകാൻ രാത്രിയാകും. ദീർഘദൂര സർവീസുകൾ നാളെ പുനഃസ്ഥാപിക്കും. അപകടമുണ്ടായ വടക്കോട്ടുള്ള പാതകളിലെ വൈദ്യുതി ലൈനുകൾ പുനഃസ്ഥാപിക്കുന്ന ജോലി പുരോഗമിക്കുന്നതായി അധികൃതർ. ഇപ്പോൾ ഗതാഗത സജ്ജമായത് തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള 1ാം ട്രാക്ക് മാത്രം. ദീർഘദൂര ട്രെയിനുകൾ പലതും ഇന്നും സർവീസ് നടത്തുക സേലം ഈറോഡ് വഴി. മാണിക്കായി പ്രത്യേക സംഘം. KM മാണിക്കെതിരായ ബാർകോഴ കേസിൽ തുടരന്വേഷണത്തിന് വിജിലൻസ് പ്രത്യേക സംഘം. DYSP നജ്മൽ ഹസന് പുറമെ 3 CIമാരും സംഘത്തിൽ. കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിലയിരുത്തലുകൾക്കായി വിജിലൻസ് ഡയറക്ടറുടെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം. മാണിക്ക് കുരുക്കായ ബാർകോഴ തുടരന്വേഷണത്തിൽ ജേക്കബ് തോമസിന്റെ നേരിട്ടുള്ള മേൽനോട്ടം. വിജിലൻസ് കോടതി ഉത്തരവിട്ട തുടരന്വേഷണത്തിൽ SP R സുകേഷിന്റെ കേസ് ഡയറി നിർണായക വഴിത്തിരിവാകുമെന്ന് സൂചന. ഇന്നത്തെ സ്വർണ്ണവെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2900 രൂപ, പവൻ 23,200 രൂപ, വെള്ളി ഗ്രാമിന് 51 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.